രണ്ട് ലോകകപ്പ് വിജയങ്ങളിൽ ഇന്ത്യൻ ടീമിനൊപ്പം പങ്കാളിയായിട്ടുള്ള ഏക മലയാളി താരമെന്ന റെക്കോർഡ് ഇപ്പോഴും ശ്രീശാന്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. പക്ഷേ IPL-ൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കവേ ഒത്തുകളി വിവാദത്തിൽ കുരുങ്ങുകയും വിലക്ക് വരികയും ചെയ്തതോടെ ശ്രീശാന്തിന്റെ കരിയറും തകരുകയായിരുന്നു. പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും ക്രിക്കറ്റിലേക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു തിരിച്ചുവരവ് നടത്താൻ അദ്ദേഹത്തിന് ആയില്ല. ഇപ്പോഴിതാ ശ്രീയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് സഹോദരിയും സിനിമാ സീരിയൽ താരവുമായ നിവേദിത. സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നിവേദിത. ഗോപുവെന്ന് തങ്ങൾ വിളിക്കുന്ന ശ്രീശാന്ത് പ്രതിസന്ധികളിൽ ഒരിക്കലും തളരാറുള്ള ആളല്ലെന്നാണ് നിവേദിത പറയുന്നത്. ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ അവനെ വീട്ടിൽ വിളിക്കുന്നത് ഗോപു എന്നാണ്. എന്നേക്കാൾ ഇളയതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവനിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. ഒന്നിലും തോറ്റുകൊടുക്കുന്ന പ്രകൃതമല്ല അവൻ്റേത്. തീയിൽ കുരുത്തതാണ് അവൻ. വെയിലത്ത് വാടുകയും ചെയ്യില്ല. എല്ലാവരും അവനെ പോലെ ആവുകയും വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും. പക്ഷെ അതിനൊന്നും വഴിപ്പെടാതെ എല്ലാവരും മുന്നോട്ട് വരിക തന്നെ വേണമെന്നും നിവേദിത പറയുന്നു. ശ്രീശാന്ത് 7ാം ക്ലാസ്സിൽ പഠിക്കവേ താൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ബാറ്റ് ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു താമസിച്ചിരുന്നത്. 1993-ലായിരുന്നു വിവാഹം. അന്ന് ഗോപുവിന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ അവൻ എന്റെ കൂടെ തന്നെയായിരുന്നു. ക്രിക്കറ്റിന് അവനെ കൊണ്ടുപോയി ചേർത്തതും ഞാൻ തന്നെ. ആദ്യമായിട്ടൊരു ബാറ്റും അവന് ഞാൻ വാങ്ങിക്കൊടുത്തു. ആ ബാറ്റ് ഇപ്പോഴും അവന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ബാറ്റ് യഥാർത്ഥത്തിലുള്ള ബാറ്റാണോ എന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് ഞാൻ മഹാറാണി ലക്ഷ്മി അമ്മിണി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. എനിക്കൊരു ബാറ്റ് വേണം ചേച്ചി എന്ന് ഗോപു പറഞ്ഞപ്പോൾ ഒരു വിന്നി സിൽക്ക് പോലുള്ള ബാറ്റാണ് അവന് വാങ്ങിച്ചു നൽകിയത്. അതുമായി അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴാണ് ഈ ബാറ്റല്ല വേണ്ടതെന്ന് അവിടുത്തെ സാറ് പറയുന്നത്. എന്റെ അനിയന് ക്രിക്കറ്റിൽ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് പറ്റിയ ഒരാളെ ദൈവം തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് കോച്ചായി തന്നു. അന്താരാഷ്ട്ര അമ്പയർ കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ അടുത്താണ് ക്രിക്കറ്റ് പഠിക്കാൻ ആദ്യമായി ഗോപുവിനെ ഏൽപ്പിച്ചതെന്നും നിവേദിത കൂട്ടിച്ചേർത്തു.